നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പീഡന പരാതി തള്ളി BJP നേതാവ് C. കൃഷ്ണകുമാർ. പരാതി നനഞ്ഞ ഓലപ്പടക്കം. പരാതിക്ക് പിന്നിൽ സ്വത്ത് തർക്കമെന്നും ഏത് അന്വേഷണം നേരിടാനും തയ്യാറെന്നും C. കൃഷ്ണകുമാർ. വ്യാജ ലൈംഗിക ആരോപണത്തിനെതിരെ മാനനഷ്ട കേസുമായി മുന്നോട്ടു പോകും. കോടതി തള്ളിയ പരാതി വീണ്ടും കുത്തിപ്പൊക്കാൻ ശ്രമിക്കുന്നത് പണ്ട് BJPയിലിരുന്ന് ഗൂഢാലോചന നടത്തിയിരുന്ന വ്യക്തിയെന്നും C. കൃഷ്ണകുമാർ. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് K. മുരളീധരൻ. കേരള രാഷ്ട്രീയം A സർട്ടിഫിക്കറ്റിലേക്ക് പോകരുത്. കൃഷ്ണകുമാറിനെതിരായ ആരോപണം സതീശന്റെ ബോംബ് അല്ലെന്നും അത് വരാൻ പോകുന്നതേ ഉള്ളൂവെന്നും K. മുരളീധരൻ. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കോങ്ങാട് ചല്ലിക്കല്ലിൽ വാഹനാപകടം. 5 വിദ്യാർത്ഥികൾക്കും ഓട്ടോ ഡ്രൈവർക്കും പരിക്ക്. അപകടം നിയന്ത്രണം വിട്ട കാർ ബസ്സിലും മദ്രസ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുട്ടികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോയിലും ഇടിച്ച്. ഷൊർണൂർ കുളപ്പള്ളി റോഡ് തകർച്ച. അറ്റകുറ്റപ്പണി കമ്മീഷൻ കൈപ്പറ്റാനാണെന്ന ആരോപണത്തിനെതിരെ MLA P. മമ്മിക്കുട്ടി. ആരോപണം ഉന്നയിക്കുന്നവർ ഗ്രാമീണ റോഡ് പ്രവൃത്തിയിൽ പോലും കമ്മീഷൻ കൈപ്പറ്റുന്നവർ. ഷൊർണൂർ കുളപ്പള്ളി റോഡ് അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമത്തിലെ ചില കമന്റുകൾ അസംബന്ധവും വസ്തുതാവിരുദ്ധവുമെന്നും MLA. കരാറുകാർക്ക് വീഴ്ച പറ്റി. കാലാവസ്ഥ അനുകൂലമെങ്കിൽ 25 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണി ഓണത്തിനു മുൻപേ പൂർത്തിയാക്കുമെന്നും MLA. ചേലക്കര മണ്ഡലത്തിലെ റോഡുകളുടെ തകർച്ചയിൽ പ്രതിഷേധിച്ച് UR പ്രദീപ് MLAയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമം വിജയത്തിന്റെ പാതയിലെന്ന് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V. സുനിൽകുമാർ. കായിക മേഖലയ്ക്ക് പാഠ്യപദ്ധതിയിൽ ഊന്നൽ നൽകുന്നതോടെ കായിക രംഗത്ത് വലിയ കുതിപ്പുണ്ടാകും. പാലക്കാട്ടെ ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ ആസ്ഥാന മന്ദിരം തുറന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പീഡന പരാതി തള്ളി BJP നേതാവ് C. കൃഷ്ണകുമാർ. പരാതിക്ക് പിന്നിൽ സ്വത്ത് തർക്കമാണെന്നും ഏത് അന്വേഷണം നേരിടാനും തയ്യാറാണെന്നും കൃഷ്ണകുമാർ പാലക്കാട്ട് പറഞ്ഞു. വ്യാജ ലൈംഗിക അതിക്രമ പരാതിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും ശ്രീ കൃഷ്ണകുമാർ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശനും സന്ദീപ് വാര്യരുമെല്ലാം എന്തോ പൊട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആറ്റം ബോംബ് പൊട്ടുമെന്നാണ് കരുതിയത്. ആരോപണം നനഞ്ഞ ഓലപ്പടക്കമാണ്. മുമ്പ് BJPയിലിരുന്ന് ചെയ്ത വ്യക്തി ഇപ്പോൾ കോൺഗ്രസിലിരുന്ന് ചെയ്യുന്നു എന്ന മാറ്റം മാത്രം. VD സതീശനും കോൺഗ്രസിന്റെ നേതാക്കളും എന്നെ ഈ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തിൽ നിന്ന് പാലക്കാട് സമരരംഗത്ത് മാറ്റാം, BJP എന്ന് മാറ്റാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്ന പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് എനിക്കെതിരായിട്ട് 15-ലും 20-ലും ഇത് ഓപ്പറേറ്റ് ചെയ്താണ്. ഇപ്പൊ കോൺഗ്രസിനകത്ത് നിന്ന് ആരാണ് ഓപ്പറേറ്റ് ചെയ്തത്? 2 ദിവസം മുമ്പ് ആരാ നനഞ്ഞ പടക്കം അല്ല പടക്കം പൊട്ടിക്കും തേങ്ങ ഉടക്കും പറഞ്ഞ ആ സ്വാമി തന്നെ. അല്ല, തേങ്ങ ഉടക്കും പറഞ്ഞ സ്വാമിയെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാലോ. തേങ്ങ ഉടക്കും പറഞ്ഞ സ്വാമിയെ കുറിച്ച് അറിയാലോ. 15-ലും 20-ലൊക്കെ പാർട്ടിക്കകത്ത് നിന്നിട്ട് ഈ കാര്യങ്ങൾ കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഭാര്യ വീട്ടിലെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടതാണ് ഉന്നയിക്കുന്ന പരാതി. 2010-ൽ ഇതര മതസ്ഥനായ ഒരാളെ വിവാഹം കഴിച്ച് എറണാകുളത്ത് താമസമാക്കിയ ആളാണ് പരാതിക്കാരി. വിൽപത്രവുമായി ബന്ധപ്പെട്ട് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. പരാതി നൽകിയ സമയത്ത് കേസിന് ബലം കിട്ടാൻ താൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് കാണിച്ച് പരാതി നൽകുകയായിരുന്നെന്ന് C. കൃഷ്ണകുമാർ പറഞ്ഞു. 2015-ൽ താൻ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും 2020-ൽ ഭാര്യ മത്സരിച്ചപ്പോഴും ഉയർന്നുവന്ന പരാതിയാണിത്. പോലീസ് അന്വേഷിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്നേ കോടതി തള്ളിയ പരാതിയാണ് ഇതെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് K. മുരളീധരൻ. കേരള രാഷ്ട്രീയം A സർട്ടിഫിക്കറ്റിലേക്ക് പോകരുതെന്നും BJP നേതാവ് C. കൃഷ്ണകുമാറിനെതിരെ ഉയർന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് K. മുരളീധരൻ പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച ആളാണ് മുഖ്യമന്ത്രി. മുകേഷിനെ 2 തവണ നിയമസഭയിലേക്ക് മുഖ്യമന്ത്രി മത്സരിപ്പിച്ചു. മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയും പോലീസുമാണെന്ന് K. മുരളീധരൻ പറഞ്ഞു. സ്ത്രീപീഡനം നടത്തിയൊരു വ്യക്തിയെ 2021-ൽ നിയമസഭയിലേക്ക് 24-ൽ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കിയ 2 വ്യക്തികൾ, ഒരാൾ മുഖ്യമന്ത്രിയാണ്, രണ്ടാമൻ AK ബാലൻ. സ്ഥാനാർത്ഥി 21-ൽ വീണ്ടും അതേ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു.
2021 വീണ്ടും കൊല്ലത്ത് നിർത്തി അവിടെ തോറ്റുപോയി. അങ്ങനെ ചെയ്തൊരു മുഖ്യമന്ത്രി ഞങ്ങൾ ഉപദേശിക്കാൻ വരണ്ട. ഞങ്ങളിങ്ങനെ ആരോപണം കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി. ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. കേരള രാഷ്ട്രീയം എ സർട്ടിഫിക്കറ്റിലേക്ക് പോകരുതെന്ന് BJP നേതാവ് കൃഷ്ണകുമാറിനെതിരായ ആരോപണം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കെ മുരളീധരൻ പറഞ്ഞു. ആരൊക്കെ എവിടെയൊക്കെ മതിൽ ചാടിയെന്ന് ചർച്ച നടക്കുന്നത് ഭൂഷണമല്ല. പാലക്കാട്ടെ ജനങ്ങൾ എന്ത് ചിന്തിക്കും? ഇത്തരക്കാരാണ് തങ്ങൾക്കിടയിൽ മത്സരിച്ചത് എന്ന് അവർ ചിന്തിക്കും. ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് ഭൂഷണമല്ലെന്നും മുരളീധരൻ പറഞ്ഞു. കൃഷ്ണകുമാറിനെതിരായ ആരോപണം VD സതീശൻ്റെ ബോംബല്ല. സതീശൻ്റെ ബോംബ് ഇത്തരം ചീള് കേസല്ലെന്നും അത് വരാൻ പോകുന്നതേയുള്ളൂവെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. അല്ല, അത് വരുന്നുണ്ട്. അത് ഇങ്ങനത്തെ ബോംബൊന്നുമല്ല. ഇപ്പോൾ ചില പത്രത്തിൽ ചില ചാനലിൽ ഞാൻ കണ്ടു, സതീശൻ്റെ ബോംബാണ് കൃഷ്ണകുമാറിനെതിരെ. അങ്ങനത്തെ ചീള് കേസുള്ള ബോംബൊന്നുമല്ല. സർക്കാരിനെ കുറിച്ച്, സർക്കാരിൻ്റെ അഴിമതികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അത് പുറകെ വരും. അല്ലാതെ ഇന്നലെ പറഞ്ഞ ബോംബും ഇന്നത്തെ ഇതും തമ്മിലൊരു ബന്ധവുമില്ല. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കോങ്ങാട് വാഹനാപകടത്തിൽ 5 വിദ്യാർത്ഥികൾക്കും ഓട്ടോ ഡ്രൈവർക്കും പരിക്ക്. നിയന്ത്രണം വിട്ട കാർ ബസ്സിലും തുടർന്ന് ഓട്ടോറിക്ഷയിലും ഇടിച്ചായിരുന്നു അപകടം. ഒരു കുട്ടിയുടെ പരിക്ക് ഗുരുതരമാണ്. പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിയോടെ കോങ്ങാട് ചെല്ലിക്കലിൽ വെച്ചാണ് അപകടം. മദ്രസ വിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് വരികയായിരുന്നു കുട്ടികൾ. കോങ്ങാട് GUP സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് മിൻഹാജ്, ഹസന, 6ാം ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് ഹിസ്ബുള്ള, സന ഫാത്തിമ, 7ാം ക്ലാസ് വിദ്യാർത്ഥിനി സൻഹ ഫാത്തിമ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഓട്ടോ ഡ്രൈവർ 27 വയസ്സുള്ള സുഹൈലിനെ തൃശ്ശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാവശ്ശേരി സ്വദേശി പ്രീജിത്താണ് കാർ ഓടിച്ചിരുന്നത്. ഓട്ടോറിക്ഷ തകർന്നിട്ടുണ്ട്. പരിക്കേറ്റ 6 കുട്ടികളിൽ ഒരു കുട്ടിയുടെ പരിക്ക് ഗുരുതരമാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഷൊർണൂർ കുളപ്പുള്ളി പാതയിലെ അറ്റകുറ്റപ്പണികൾ ഓണത്തിന് മുൻപേ പൂർത്തിയാക്കാനാകുമെന്ന് പി മമ്മിക്കുട്ടി MLA. റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ അസംബന്ധ പ്രചരണമാണ് സമൂഹ മാധ്യമങ്ങളുടെ ചിലർ നടത്തുന്നതെന്നും MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാതെ ഇടയ്ക്കിടെ മെയിൻ്റനൻസ് നടത്തി കമ്മീഷൻ അടിച്ചുമാറ്റുകയാണെന്ന ആരോപണമാണ് ഉയർന്നുവരുന്നത്. ഇത് അസംബന്ധവും വസ്തുതാവിരുദ്ധവുമാണ്. കരാറുകാരുടെ വീഴ്ചയാണ് പ്രവൃത്തി നീണ്ടുപോകാൻ കാരണമായത്. ആരോപണത്തിന് പിന്നിൽ ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിൽ പോലും കമ്മീഷൻ കൈപ്പറ്റുന്നവരാണെന്നും പി മമ്മിക്കുട്ടി MLA പറഞ്ഞു. ഈ റോഡ് ഇങ്ങനെ നിലനിർത്തി ഇടക്കിടക്ക് മെയിൻ്റനൻസ് വെച്ച് അതിനുവേണ്ടി കോൺട്രാക്ടർക്കാരെ ഏൽപ്പിച്ച് എന്നിട്ട് അതിന് കമ്മീഷൻ പറ്റുക എന്നൊക്കെ പറയുന്നത് കമ്മീഷൻ സ്ഥിരമായി വാങ്ങുന്നവരുടെ ഒരു ശീലവും രീതിയാണെന്ന് അർത്ഥം. ഏത് കാര്യത്തിനും കമ്മീഷൻ അടിച്ചു പറ്റുക, കമ്മീഷൻ വാങ്ങുക, കമ്മീഷൻ ഉറപ്പിക്കുക, അങ്ങനെയുള്ളൂ. അത് നമ്മുടെ രീതിയൊന്നുമല്ല. ആ രീതി കൈകാര്യം ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. 10 ലക്ഷം രൂപയുടെ ഒരു പ്രവൃത്തിയാണ് വന്നതെങ്കിലും ഗ്രാമീണ റോഡിൽ ആ 10 ലക്ഷത്തിൻ്റെ ഇത്ര ശതമാനം വേണമെന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങുന്ന ആളുകളുടെ ഒരു ശീലമാണ് ഇവിടെ ഇപ്പോൾ ഈ കമൻറ്റിലൂടെ ചില ആളുകൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. BMBC ലെവൽ പ്രവൃത്തിയാണ് പാതയിൽ നടത്തേണ്ടത്. 2021 4,72,00,000 രൂപയ്ക്ക് എഗ്രിമെൻ്റ് വെച്ച കരാറുകാരന് പണി യഥാസമയം പൂർത്തിയാക്കാനായില്ല. കോൺക്രീറ്റ് പ്രവൃത്തി മാത്രമാണ് ഏതാണ്ട് പൂർത്തിയായത്. കരാറുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു. പ്രവൃത്തി റീടെൻഡർ ചെയ്യുന്നതിലെ കാലതാമസം മുന്നിൽ കണ്ടാണ് യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ 25 ലക്ഷം രൂപ അറ്റകുറ്റപ്പണിക്കായി കണ്ടെത്തിയത്. ഈ പരിശ്രമം കാണാതെയാണ് ചിലർ വ്യാജ ആരോപണം ഉന്നയിക്കുന്നത്. ജൂലൈ 19 റോഡ് പുനർനിർമ്മാണത്തിൻ്റെ ടെൻഡർ ക്ഷണിച്ചിരുന്നെങ്കിലും ആരും കോട്ട് ചെയ്യാതിരുന്നതിനാൽ നടപടികൾ പൂർത്തിയാക്കാനായില്ല. എന്നാൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും നിലവിലെ അറ്റകുറ്റപ്പണി കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഓണത്തിനു മുമ്പ് പൂർത്തിയാക്കുമെന്നും MLA വ്യക്തമാക്കി. ഈ പ്രവൃത്തിയിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾ കുറേ ഉണ്ടായിരുന്നു. പിന്നെ BM പ്രവൃത്തിയാണ് ഉണ്ടായിരുന്നത്. ഭാഗികമല്ല, കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർണ്ണമായും ഡ്രൈനേജ്, അതുപോലെ തന്നെ 2 കൾവർട്ടുകൾ ഇതിൻ്റെ ഇടയിൽ പുതുതായിട്ട് നിർമ്മിക്കേണ്ടി വന്നു. ആ നിലയിൽ കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. BM പ്രവൃത്തികൾ ഭാഗികമായും ആ കരാറുകാരൻ ചെയ്യുകയുണ്ടായി നടത്തും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പിന്നീട് ഈ പ്രവൃത്തി യഥാസമയം പൂർത്തിയാക്കാൻ ആൾക്ക് കഴിഞ്ഞില്ല എന്നത് കരാറുകാരൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു വീഴ്ച തന്നെയായിരുന്നു.
റോഡ് നവീകരണത്തിനായുള്ള പ്രക്ഷോഭ സമരങ്ങളോട് എതിർപ്പില്ലെന്നും വ്യാജ ആരോപണങ്ങളാണ് തള്ളിക്കളയുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റോഡ് തകർച്ചയ്ക്കെതിരെ ചേലക്കര MLA ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. ചേലക്കര കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് MLA ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. റോഡുകളുടെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നും നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കണമെന്നും രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടാണ് ചേലക്കര MLA UR പ്രദീപിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി മാർച്ച് നടത്തിയത്. മാർച്ചിന് ശേഷം MLA ഓഫീസ് പരിസരത്ത് നടന്ന യോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കും വീടിനും എന്നുവേണ്ട റോഡ് റിപ്പയറിനും പോലും നീക്കിവെക്കുന്ന തുക ഈ സംസ്ഥാന സർക്കാർ തന്നെ കൊണ്ടുപോയി കൊള്ളയടിച്ച് ആഡംബര ജീവിതം നടത്തുകയാണ്. അതിനെതിരെയാണ് പ്രിയമുള്ളവരെ ഈ സമരം നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ ഒരു സൂചനാ സമരമാണ്. ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താം. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി CPMന്റെ MLA ആണ് മാറി ഇവിടെ വന്നിട്ടുള്ളത്, ഒരു സംശയവുമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഈ 30 വർഷമായി നിൽക്കുന്ന മറ്റൊരു സംവിധാനമുണ്ട്. ചേലക്കര അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഒരേ കരാറുകാരൻ തന്നെ ഈ റോഡ് പണിയുടെ ചേതോവികാരം UR പ്രദീപ് നിങ്ങൾ അങ്ങാടിയിൽ മൈക്ക് കെട്ടിയൊന്ന് പറഞ്ഞു കൊടുക്കുക. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ E വേണുഗോപാലമേനോൻ, TM കൃഷ്ണൻ, P സുലൈമാൻ, TA രാധാകൃഷ്ണൻ, NS വർഗീസ്, PM അനീഷ്, വിനോദ് പന്തലാടി, C ശ്രീകുമാർ, സന്തോഷ് ചെറിയാൻ, KP ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷാനവാസ് സ്വാഗതവും ശിവൻ വീട്ടിക്കുന്ന് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ കൈവശമുണ്ടെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. തൃശൂർ മണ്ഡലത്തിൽ 193 വോട്ടുകളുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അതിൽ 143 വോട്ടർ ID വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ ലഭ്യമായില്ലെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം വെട്ടിലാക്കുന്ന നിർണായക തെളിവുകൾ തൻ്റെ പക്കലുള്ളതായി ജോസഫ് ടാജറ്റ് വ്യക്തമാക്കി. തൃശൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് 193 വോട്ടുകൾ ക്രമക്കേടിലൂടെ നടന്നുവെന്നും 143 പേരുടെ വോട്ടർ IDയുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ പോലും ലഭ്യമല്ലെന്നും ടാജറ്റ് ചൂണ്ടിക്കാട്ടി. 52 പേർ തൃശൂർ മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവരാണെന്നും ജോസഫ് ടാജറ്റ് ആരോപിച്ചു. നമ്മളെ സംബന്ധിച്ച് നമ്മളിത് ചൂണ്ടിക്കാണിക്കുന്നു. ഇലക്ഷൻ കമ്മീഷനാണ് ഇത് പരിശോധിക്കേണ്ടത്. ഞങ്ങളുടെ ക്രമക്കേട് നടന്നതായി ഞങ്ങൾ സംശയിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് അനുബന്ധമായുള്ള രേഖകൾ അവർക്ക് കൊടുത്തിട്ടുള്ള ആ ID നമ്പർ വെച്ച് പരിശോധിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെയോ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെയോ സെർച്ചിൽ ഇത് കാണുന്നില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് ഫൗണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞതിൽ 140 എണ്ണം അങ്ങനെയാണ് പറയുന്നത്. കാശ്മീരിൽ നിന്ന് വരെ ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കുമെന്ന B ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന സ്ഥിരീകരിക്കുന്നതാണ് തെളിവെന്നും ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കായികരംഗത്തെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യമില്ലായ്മ പരിഹരിക്കാനുള്ള ശ്രമം വിജയത്തിലെന്ന് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V സുനിൽകുമാർ. അസോസിയേഷൻ പാലക്കാട് ജില്ലാ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കായിക പഠനത്തിന് വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഊന്നൽ നൽകുന്ന പദ്ധതി സജീവമാകുന്നതോടെ ഒളിമ്പിക് രംഗത്ത് കേരളത്തിന് ഏറെ മുന്നേറാനാകും. പരിചയസമ്പന്നരുടെ സേവനം ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്താൻ അസോസിയേഷൻ മുൻകൈയെടുക്കണം. തദ്ദേശ തലത്തിൽ മൈതാനവും പരിശീലനവും ഉറപ്പാക്കണമെന്നും സുനിൽകുമാർ പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ VS മുഹമ്മദ് കാസിം, KE ബൈജു, KC പ്രീത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഭവന പുനരുദ്ധാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗുണഭോക്തൃ യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഒട്ടനവധി അപേക്ഷകളാണ് പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നില്ല, പറഞ്ഞ വീട്
നമ്മളുടെ ഭവന പുനരുദ്ധാരണം എന്നൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ്. അതിൽ നിന്നും നമ്മളുടെ സാമ്പത്തിക ഇത് കണക്കിലെടുത്തുകൊണ്ട് ഏറ്റവും അർഹതപ്പെട്ടവരുടെ ലിസ്റ്റ് എന്ന നിലയ്ക്കാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യാറുള്ളത്. 2025-26 വർഷത്തെ ഗുണഭോക്തൃ പദ്ധതികളായ ഭവന പുനരുദ്ധാരണം, ജനറൽ SCP ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നൽകുന്നതിനായുള്ള രേഖാപരിശോധന യോഗമാണ് ചേർന്നത്. ജനറൽ ഗുണഭോക്താക്കൾക്ക് 40,000, SCP ഗുണഭോക്താക്കൾക്ക് 50,000 നിരക്കിലാണ് ധനസഹായം അനുവദിക്കുന്നത്. ഗ്രാമസഭ അംഗീകരിച്ച 100 ജനറൽ ഗുണഭോക്താക്കൾക്കും 20 SC ഗുണഭോക്താക്കൾക്കുമാണ് ഈ വർഷം ആനുകൂല്യം അനുവദിക്കുന്നത്. VEO അംബിക സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ സൗദ സലീം, ധന്യ PB, KT ഷമീർ, കൃഷ്ണപ്രകാശ്, VEO രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ പൊട്ടുപാറ ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി മഹാ അന്നദാനവും ഉണ്ടായിരുന്നു. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് മണ്ണൂർ പൊട്ടുപാറ ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷിച്ചത്. രാവിലെ ഗണപതി ഹോമം, തുടർന്ന് ഉച്ചപൂജ, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. സ്വാമി കാർത്തികേയാനന്ദപുരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് നടന്ന മഹാ അന്നദാനത്തിൽ ജാതിമതഭേദമന്യേ 1000-ഓളം പേർ പങ്കെടുത്തു. പൊട്ടുപാറ ഗണപതി ഭക്തരുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ അന്നദാനം, പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം എല്ലാം നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഭജന, അഖണ്ഡ കീർത്തനം. അപ്പം അതിന് നമ്മുടെ ഈ ചെറുപ്പക്കാരായവർ നല്ല ശ്രമമുണ്ട്. അത് വളരെ സന്തോഷം. ഗണപതി ഭഗവാൻ അവർക്ക് എല്ലാവർക്കും സഹായം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലിക ഉദ്ഘാടനം ചെയ്തു. കിറ്റ് വാങ്ങിയിട്ട് പോകണം, സന്തോഷമായി ഓണം ഉണ്ണണം. അതുപോലെ തന്നെ 2-ാം തീയതി നമുക്ക് പച്ചക്കറി ചന്ത കൂടി നടത്തുന്നുണ്ട്. അതിലും എല്ലാവരും സഹകരിക്കണം. അതുപോലെ തന്നെ എല്ലാവർക്കും പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞാണ്, പെൻഷൻ ഇന്ന് കിട്ടുകയാണെങ്കിൽ നാളെ എല്ലാവരും കിറ്റ് വാങ്ങിയിട്ട് പോകും, അല്ലെങ്കിൽ ആരും നമ്മളെ കിറ്റ് വാങ്ങാനായിട്ട് വരില്ല എന്നുള്ളത് ഞാൻ ഇന്നലെ തന്നെ അവിടെ സംസാരിച്ചിരുന്നു. ബാങ്ക് പ്രസിഡന്റ് CB ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ER ശശി, CM അബ്ദുൾ റഹ്മാൻ, പഞ്ചായത്ത് അംഗം KV രാമചന്ദ്രൻ, ബാങ്ക് ഡയറക്ടർമാരായ KR ഷാജീവ്, MA മോഹൻദാസ്, KS സന്തോഷ് കുമാർ, PP സദാശിവൻ, VC ആദം, TS അബ്ദുൾ മുത്തലി, സുബൈദ, കനകലത, KK രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി KB സുധീർ സ്വാഗതവും സബീന നന്ദിയും പറഞ്ഞു. സബ്സിഡി നിരക്കിൽ 19ഓളം ഇനങ്ങൾ 1640 രൂപ നിരക്കിലാണ് നൽകുന്നത്. ഏകദേശം 750ഓളം കുടുംബങ്ങൾക്കാണ് കിറ്റ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ദശവാർഷിക പ്രീ പ്രൈമറി അംഗൻവാടി സർഗോത്സവത്തിന് മൂലൂർക്കര LP സ്കൂളിൽ ഒരുക്കങ്ങളായി. 28-ന് വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് മുഹമ്മദ് മൂസിൻ MLA സർഗോത്സവം ഉദ്ഘാടനം ചെയ്യും. 400ഓളം കുട്ടികളും 75ഓളം അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുക്കും. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി നടത്തിവരുന്ന തനത് വിദ്യാഭ്യാസ പദ്ധതിയാണ് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി. ആദ്യ വർഷം മുതൽ തന്നെ നടപ്പാക്കി വരുന്ന ഒരു ഇനമാണ് പ്രീ പ്രൈമറി അംഗനവാടി സർഗോത്സവം. കൊച്ചുകുട്ടികളുടെ കൗതുകമുണർത്തുന്ന കലാപ്രകടനങ്ങളും അവരുടെ കഴിവുകളും പ്രദർശിപ്പിക്കാനുള്ള വേദി ഒരുക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിയിലൂടെ ചെയ്യുന്നത്. കുട്ടികൾക്ക് പുറമെ രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർ പങ്കെടുക്കുന്ന ഇനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ഇനങ്ങളിലായി കുട്ടികളും മുതിർന്നവരും അടക്കം 500ഓളം പേർ പങ്കെടുക്കും. എന്താണെന്നോ, ഈ വരുന്ന ഓഗസ്റ്റ് 28-ന് ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ ജ്യോതി സർഗോത്സവം LP സ്കൂൾ മുല്ലൂർക്കരയിൽ വെച്ച് നടക്കുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ഡാൻസും പാട്ടും ഫാൻസി ഡ്രസ്സും ഒക്കെ ഉണ്ട്. ഓഗസ്റ്റ് 28-ന് മൂലൂർക്കര LP സ്കൂളിൽ വെച്ച് നടക്കുന്ന സർഗോത്സവം രാവിലെ 9:30-ന് പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ ഉദ്ഘാടനം ചെയ്യും. ബസൂക്ക ഫെയിം മിന്നൽ മുരളി വസിഷ്ഠ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്തിൻ്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്യും. മത്സരമല്ലാതെ നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകും. സമ്മാനദാനം
ICDS സൂപ്പർവൈസർ ശ്യാമിലി നിർവഹിക്കും. 40 അംഗൻവാടി, 8 പ്രീ പ്രൈമറി എന്നിവിടങ്ങളിൽ നിന്നായി 400ഓളം കുട്ടികൾ പങ്കെടുക്കും. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീഡന പരാതി തള്ളി BJP നേതാവ് C. കൃഷ്ണകുമാർ. പരാതി നനഞ്ഞ ഓലപ്പടക്കം. പരാതിക്ക് പിന്നിൽ സ്വത്ത് തർക്കമെന്നും ഏത് അന്വേഷണം നേരിടാനും തയ്യാറെന്നും C. കൃഷ്ണകുമാർ. വ്യാജ ലൈംഗിക ആരോപണത്തിനെതിരെ മാനനഷ്ട കേസുമായി മുന്നോട്ടു പോകും. കോടതി തള്ളിയ പരാതി വീണ്ടും കുത്തിപ്പൊക്കാൻ ശ്രമിക്കുന്നത് പണ്ട് BJPയിലിരുന്ന് ഗൂഢാലോചന നടത്തിയിരുന്ന വ്യക്തിയെന്നും C. കൃഷ്ണകുമാർ. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് K. മുരളീധരൻ. കേരള രാഷ്ട്രീയം A സർട്ടിഫിക്കറ്റിലേക്ക് പോകരുത്. കൃഷ്ണകുമാറിനെതിരായ ആരോപണം സതീശന്റെ ബോംബ് അല്ലെന്നും അത് വരാൻ പോകുന്നതേ ഉള്ളൂവെന്നും K. മുരളീധരൻ. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കോങ്ങാട് ചല്ലിക്കല്ലിൽ വാഹനാപകടം. 5 വിദ്യാർത്ഥികൾക്കും ഓട്ടോ ഡ്രൈവർക്കും പരിക്ക്. അപകടം നിയന്ത്രണം വിട്ട കാർ ബസ്സിലും മദ്രസ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുട്ടികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോയിലും ഇടിച്ച്. ഷൊർണൂർ കുളപ്പള്ളി റോഡ് തകർച്ച. അറ്റകുറ്റപ്പണി കമ്മീഷൻ കൈപ്പറ്റാനാണെന്ന ആരോപണത്തിനെതിരെ MLA P. മമ്മിക്കുട്ടി. ആരോപണം ഉന്നയിക്കുന്നവർ ഗ്രാമീണ റോഡ് പ്രവൃത്തിയിൽ പോലും കമ്മീഷൻ കൈപ്പറ്റുന്നവർ. ഷൊർണൂർ കുളപ്പള്ളി റോഡ് അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമത്തിലെ ചില കമന്റുകൾ അസംബന്ധവും വസ്തുതാവിരുദ്ധവുമെന്നും MLA. കരാറുകാർക്ക് വീഴ്ച പറ്റി. കാലാവസ്ഥ അനുകൂലമെങ്കിൽ 25 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണി ഓണത്തിനു മുൻപേ പൂർത്തിയാക്കുമെന്നും MLA. ചേലക്കര മണ്ഡലത്തിലെ റോഡുകളുടെ തകർച്ചയിൽ പ്രതിഷേധിച്ച് UR പ്രദീപ് MLAയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമം വിജയത്തിന്റെ പാതയിലെന്ന് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V. സുനിൽകുമാർ. കായിക മേഖലയ്ക്ക് പാഠ്യപദ്ധതിയിൽ ഊന്നൽ നൽകുന്നതോടെ കായിക രംഗത്ത് വലിയ കുതിപ്പുണ്ടാകും. പാലക്കാട്ടെ ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ ആസ്ഥാന മന്ദിരം തുറന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.